അപ്പോൾ ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോഴിക്കറിയാണ്. അപ്പോൾ കോഴിക്കറി ഉണ്ടാക്കാൻ ആദ്യം കോഴി മുറിച്ച് വെക്കുക, പിന്നെ അതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക് അതും കൂടെ അരിഞ്ഞ് നമുക്ക് ഒന്ന് എണ്ണയിൽ വഴച്ചെടുക്കാം. ഇത് മാത്രം ഇടണം കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് എണ്ണയിൽ നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പിന്നെ മിക്സ് നല്ലോണം ഇളക്കണം കേട്ടോ. പിന്നെയാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നത്, കാരണം അതിന് കുറച്ച് വേവ് കൂടുതലാണ്. പിന്നെ നമുക്കിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് നല്ല അമ്മിയിലിട്ട് ചതക്കണം കേട്ടോ. അമ്മി അല്ലെങ്കിൽ ഈ ഒരു ഇടിക്കല്ലുണ്ടല്ലോ, അതിലിട്ട് നല്ലോണം ചതച്ച് പേസ്റ്റാക്കി എടുക്കാം. ഓക്കെ, ഇതാ കണ്ടോ. നമുക്ക് അതും കൂടി മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ്. ഇനി ചിക്കൻ ആഡ് ചെയ്യുക, എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മുടെ ആവശ്യമായിട്ടുള്ള അരപ്പ്, മസാല അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ മറ്റ് ചിക്കൻ മസാല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് കുറച്ച് നേരം വേവിക്കാൻ വെക്കുക. തുറന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു മണം വരും. അതിലേക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് നല്ലോണം ഇളക്കിയും കൂടെ ഒന്നും കൂടെ വെച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് എൻ്റെ മക്കളെ നമുക്ക് ടേസ്റ്റ് നോക്കണം, അതാ പ്രധാനം. ഉപ്പുണ്ടാവുമെന്ന് നമുക്ക് നോക്കണ്ടേ. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി അങ്ങോട്ട് വെക്കാം. ഓക്കെ, ഇപ്പം തന്നെ വായിൽ വെള്ളം വരുന്നു. ഇനിയാണ് മക്കളെ തുറന്നു നോക്കേണ്ടത്. നല്ല അടിപൊളി കോഴിക്കറിയുടെ മണം, നാടൻ കോഴിക്കറി കേട്ടോ. അടിപൊളിയാ ഈ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ടാറ്റാ.